ന്യൂസ് നൈറ്റിലേക്ക് തിരികെ സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, അടുത്ത 5 ദിവസത്തേക്ക് ഇറാനുമായി ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനായി 2 ദിവസമായി നടന്ന ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ ചർച്ചയ്ക്കായി സമീപിച്ചെന്നും ഉന്നത നേതാവുമായി ചർച്ച നടത്തിയെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. ചർച്ചയെക്കുറിച്ച് ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ നീക്കത്തിൽ ഇസ്രയേൽ സന്തുഷ്ടനാണ് എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. ചർച്ചയ്ക്കുള്ള അമേരിക്കയുടെ താൽപര്യം ചില സുഹൃത്ത് രാജ്യങ്ങൾ അറിയിച്ചുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഫൈസൽ ഹംസ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫൈസൽ, 48 മണിക്കൂർ കഴിഞ്ഞാൽ അമേരിക്ക എന്തു ചെയ്യും എന്ന് ആശങ്കപ്പെട്ടിരുന്ന ലോകത്തേക്കാണ് ട്രംപിന്റെ ഒരു പിന്മാറ്റത്തിന്റെ വാർത്ത വരുന്നത്. 5 ദിവസത്തേക്ക് ഇനി ഒന്നിനുമില്ല എന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നത്. അത് എവിടെ നിന്നുണ്ടായി, എന്താണ് അതിന്റെ കാരണം എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. മാധു പറഞ്ഞതുപോലെ തന്നെയാണ്, ട്രംപ് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം പരതിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിൽ പറയുന്നു, അതിനുശേഷം മാധ്യമങ്ങളോടും ട്രംപ് അത് ആവർത്തിക്കുകയാണ്. ആരോടാണ് ചർച്ച നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ വളരെ ആദരണീയനായ ഏറ്റവും സുപ്രധാനമായ ഒരു ഇറാനിയൻ നേതാവിനോട് സംസാരിച്ചു എന്നുള്ളതാണ്. സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം ജാരദ് കുഷ്ണറുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ ചർച്ചകളെ മുഴുവൻ ഇറാന്റെ സൈന്യം മാത്രമല്ല തള്ളിക്കളയുന്നത്, വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളയുന്നു. അതോടൊപ്പം അവരുടെ പാർലമെന്റ് സ്പീക്കറും തള്ളിക്കളയുകയാണ്. അതായത് 5 ദിവസത്തെ വെടിനിർത്തലുണ്ടാകും. അതിന് മുന്നേ ആദ്യം 2 ദിവസം ചർച്ച നടത്തി, അതിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാക്കി. ഇനി അടുത്ത 5 ദിവസവും വലിയ രീതിയിൽ ചർച്ചകൾ നടക്കും. അതൊരു യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുമെന്നുള്ള രീതിയിലായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. മാത്രമല്ല, ട്രംപ് വലിയ കാര്യങ്ങളാണ് ഇറാനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ ഇറാനും മേഖലയ്ക്കുമെല്ലാം അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ മറുവശത്ത് എന്താണ് ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത് എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഇക്കാര്യം ഇറാനുമായുള്ള ചർച്ചയെക്കുറിച്ച് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയെന്നും ഇസ്രായേൽ ഈ ചർച്ചയുമായി അമേരിക്കയുടെ നീക്കങ്ങളോട് സന്തുഷ്ടരാണ് എന്നുമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഈ നീക്കങ്ങളെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ നിഷേധിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അല്പസമയം മുമ്പ് ഇസ്രായേൽ ഇറാനിൽ ബോംബിടുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് രാജ്യമായ ബഹ്റൈനിൽ അല്പസമയം മുമ്പ് സൈറൻ മുഴങ്ങുന്നു എന്നുള്ള വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റേത് ഒരു കീഴടങ്ങുന്ന ശബ്ദമാണ് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇറാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ക്രൂഡ് ഓയിൽ വില കുറയ്ക്കുന്നതിനും കൂടുതൽ യുദ്ധം ആസൂത്രണം ചെയ്യുന്നതിനും സൈനിക നടപടിക്കും വേണ്ടിയുള്ള ട്രംപിന്റെ ആസൂത്രിതമായ ഒരു നീക്കമാണ് എന്നുള്ളതാണ് ഇറാന്റെ ആരോപണം. അത് തന്നെ വിവരങ്ങൾ നൽകിയത്.